നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓഗസ്റ്റ് 1-ാം തീയതി നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം എല്ലാം തകിടം മറിഞ്ഞ, പല ജില്ലകളിലും പല കാര്യങ്ങളും തകിടം മറിഞ്ഞൊരു ദിവസം. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ നമ്മൾ കണ്ടത് പല ജില്ലകളും വെള്ളക്കെട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യം. 2018 പ്രളയം ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായത്. മുന്നൊരുക്കങ്ങളിലും അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നതിലും വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചുവെന്ന ആരോപണമൊക്കെ ശക്തമാണ്. പ്രത്യേകിച്ച് മന്ത്രി AP അനിൽകുമാർ അടക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴിതാ നിർണായകമായ നീക്കം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുതിയ നിരീക്ഷണ റഡാർ സ്ഥാപിക്കും. കൊല്ലം നീണ്ടകരയിലാണ് സ്ഥലം കണ്ടിരിക്കുന്നത്. IMDയുടെ ആവശ്യപ്രകാരം സംസ്ഥാന റവന്യൂ വകുപ്പായിരുന്നു കൊല്ലം നീണ്ടകര എന്ന സ്ഥലം നിർണയിച്ചത്. സ്ഥല പരിശോധന പൂർത്തിയായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം മണ്ണ് പരിശോധന നടത്തുക എന്നതാണ്. അതുകൂടി കഴിഞ്ഞാൽ റഡാർ സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കും. കടലിൽ രൂപപ്പെടുന്ന തീവ്ര മഴയും ചുഴലിക്കാറ്റുകളും കണ്ടെത്താൻ സാധിക്കുന്ന S-ബാൻഡ് റഡാർ ആണ് കൊല്ലം നീണ്ടകരയിൽ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതോടെ അറബിക്കടലിലെ ആകാശം കേന്ദ്രീകരിച്ചുള്ള IMDയുടെ കാലാവസ്ഥാ പ്രവചനം കുറെ കൂടി കൃത്യതയും വ്യക്തതയും അതുമാത്രമല്ല വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് നിഗമനം. IMDക്ക് കൊച്ചിയിലാണ് ഏറ്റവും വലിയ റഡാർ സംവിധാനം നിലവിലുള്ളത്. ഇപ്പോൾ കൊല്ലം നീണ്ടകരയിലേക്ക് കൂടി വരുമ്പോൾ അത് കൂടുതൽ പ്രയോജനകരമാകും സംസ്ഥാനത്തിനെ സംബന്ധിച്ച്. തിരുവനന്തപുരത്ത് ISROയുടെ റഡാറിൽ നിന്നുള്ള വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഇതിനു പുറമെ വയനാട് ഒരു ചെറു റഡാറും കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ മൺസൂണും ചുഴലിക്കാറ്റുമെല്ലാം അറബിക്കടൽ കേന്ദ്രീകരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശത്തെ കാലാവസ്ഥാ പ്രവചനത്തിന് വലിയ രീതിയിലുള്ള പ്രാധാന്യമുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികൾക്ക് കൃത്യമായ വിവരം നൽകേണ്ടതുണ്ട്. അതും ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പുതിയ റഡാർ സ്ഥാപിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. കാലാവസ്ഥാ പ്രവചനത്തിൽ പരമാവധി കൃത്യത കൊണ്ടുവരുന്നതിനായി രാജ്യം മുഴുവൻ റഡാർ നിരീക്ഷണത്തിലാക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു റഡാറിന്റെ റേഞ്ചിലേക്ക് മറ്റൊരു റഡാറിന്റെ റേഞ്ച് കടന്നു വരുന്ന രീതിയിൽ, അതായത് റേഞ്ച് ഓവർലാപ്പിംഗ് വരുന്ന രീതിയിൽ പുതിയ റഡാറുകൾ സ്ഥാപിക്കാനാണ് നീക്കം. എന്തായാലും തിരുവനന്തപുരത്തിനും കൊച്ചിക്കും ഇടയിലാണ് പുതിയ റഡാർ സ്ഥാപിക്കുന്നത്. കൊല്ലം നീണ്ടകരയിൽ കൊല്ലത്ത് സ്ഥാപിക്കുന്ന റഡാറിലൂടെ 250 കിലോമീറ്ററോളം ചുറ്റളവിൽ നിരീക്ഷണം സാധ്യമാകും. ഡേറ്റ പാറ്റേൺ എന്ന കമ്പനിയാണ് റഡാർ സ്ഥാപിക്കുന്നത് എന്നതടക്കമുള്ള നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും കൂടുതൽ കാര്യക്ഷമമാകും ഇനി കാലാവസ്ഥാ പ്രവചനം എന്നതൊക്കെ. പ്രത്യേകിച്ച് വലിയൊരു ദുരന്തത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപേ ചെറിയൊരു സൂചന നമുക്ക് കിട്ടിയാൽ തന്നെ കൂടുതൽ സുരക്ഷ മുന്നൊരുക്കങ്ങളൊക്കെ നമുക്ക് അതിലൂടെ എടുക്കാൻ സാധിക്കും. ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനം. അതേസമയം റവന്യൂ മന്ത്രി AP അനിൽകുമാർ കാലാവസ്ഥ അലേർട്ടുകളെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് കൂടി വിശദമായി നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓഗസ്റ്റ് 1-ന് ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ പല ജില്ലകളിൽ സംഭവിച്ച വെള്ളക്കെട്ട്, പ്രളയ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. മുന്നൊരുക്കങ്ങളിലും അലേർട്ടുകൾ പ്രഖ്യാപിക്കുന്നതിലും വലിയ രീതിയിലുള്ള വീഴ്ചകൾ സംഭവിച്ചു എന്ന രീതിയിലുള്ള പരാതികൾ ഒരു വശത്ത് ശക്തമാണ്. ഈ സാഹചര്യത്തിൽ കാലാവസ്ഥ അലേർട്ടുകളെ കുറ്റപ്പെടുത്തി റവന്യൂ മന്ത്രി AP അനിൽകുമാർ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കുഴപ്പമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചത്. സംസ്ഥാന സർക്കാരിന് സ്വന്തം നിലയിൽ മുന്നറിയിപ്പ് നൽകാൻ അനുമതിയില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന അലേർട്ടുകൾ പ്രഖ്യാപിക്കുക മാത്രമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്നും മന്ത്രി. അലേർട്ടുകൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപനത്തിൽ സർക്കാരിന് യാതൊരു വീഴ്ചയും വന്നിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രവർത്തനങ്ങളിൽ ഉയർന്നു വന്ന ഒറ്റപ്പെട്ട പരാതികൾ അപ്പോൾ തന്നെ പരിഹരിച്ചതായും അദ്ദേഹം പറഞ്ഞു. എന്തായാലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിനെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രി. നമുക്ക് സംസ്ഥാനത്തിന് സ്വയമേ അത്തരത്തിലുള്ള ഒരു സംവിധാനങ്ങളില്ല. അലേർട്ടുകൾ വൈകിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പത്തനംതിട്ടയിലെ അടിയന്തര സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം വിലയിരുത്തിയിരുന്നു. പത്തനംതിട്ടയിൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പൂർണ്ണമായി തയ്യാറാണെന്നും ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. NDRF സംഘങ്ങളും കൂടുതൽ പോലീസ് സംഘവും ഇവിടെ എത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണെന്നും റവന്യൂ മന്ത്രി വ്യക്തമാക്കി. സമീപ ജില്ലകളിൽ നിന്ന് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകളും ആറന്മുള റാന്നി മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മിന്നൽ പ്രളയങ്ങൾ പ്രവചിക്കുന്നതിൽ കാലാവസ്ഥാ വകുപ്പിന് പരിമിതികളുണ്ടെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. ഏത് അലേർട്ട് വന്നാലും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അലേർട്ട് ഗ്രീൻ ആണെങ്കിൽ പോലും സർക്കാർ സംവിധാനങ്ങൾ എന്തിനെ നേരിടാൻ സജ്ജരായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പത്തനംതിട്ടയിലെ സാഹചര്യങ്ങൾ വിലയിരുത്താൻ കോഴഞ്ചേരി
റെസ്റ്റ് ഹൗസിൽ മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അലർട്ടുകൾ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന രീതിയിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ്. അതേസമയം മഴ കനക്കുകയാണ്. മഴ സാഹചര്യത്തിൽ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിശദമായ ആ റിപ്പോർട്ട് കൂടി നമുക്ക് നോക്കാം. കോഴിക്കോട്, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കോട്ടയം, പത്തനംതിട്ട, കാസർഗോഡ്, ആലപ്പുഴ, ഇടുക്കി, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള സർവകലാശാല ബുധനാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്ന എല്ലാ പരീക്ഷകളും, അതായത് തിയറി, പ്രാക്ടിക്കൽ, വൈവോ, വോസി ഉൾപ്പെടെ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിരിക്കുകയാണ്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരള സർവകലാശാല പഠന വകുപ്പുകളിലെ പരീക്ഷകൾക്ക് മാറ്റമില്ല. 10 ജില്ലകളിലും വിശദമായി നോക്കാം. കോഴിക്കോട് ജില്ലയിലെ മലയോര തീരദേശ മേഖലകളിലും മറ്റും ശക്തമായ മഴ തുടരും. ഓറഞ്ച് അലർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകം. നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. എറണാകുളം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. ശക്തമായ കാറ്റും മഴയും കണക്കിലെടുത്താണ് എറണാകുളം ജില്ലയിൽ അവധി. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അംഗനവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. തൃശൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ചില താലൂക്കുകളിൽ ശക്തമായ മഴ തുടരുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കണ്ണൂർ ജില്ലയിലും അവധിയാണ്. പ്രതികൂല കാലാവസ്ഥയാണ് കണ്ണൂർ ജില്ലയിൽ നിലവിലായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത്. ട്യൂഷൻ സെന്ററുകൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ളവ അടക്കം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നതല്ല. കോട്ടയം ജില്ലയിൽ അവധിയാണ്. കോട്ടയം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. അംഗനവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്കും അവധി ബാധകം. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല. പത്തനംതിട്ട ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ അവസ്ഥ: ഈ കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും അവധി ബാധകമാണ്.